തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൌൺസിലർമാർക്ക് നേരെ നടന്നത് ആസൂത്രിത ആക്രമണം എന്ന് കെ സുരേന്ദ്രൻ. കഴിഞ്ഞ 45 വർഷത്തെ അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നതിലെ ഭയമാണ് CPM-ന്. കൌൺസിലർമാരും ഗുണ്ടകളും ചേർന്നാണ് അക്രമം നടത്തിയത്. അക്രമത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കം 9 കൌൺസിലർമാർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അവരെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മേയറുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്, നല്ല ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് തലയ്ക്കടിയേറ്റതിന്റെ പേരിൽ അവർ 2 തവണ ഛർദ്ദിച്ചു. മറ്റ് പ്രധാനപ്പെട്ട കൌൺസിലർമാർക്കെല്ലാം നല്ല പരിക്കുണ്ട്. വളരെ ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന്റെ കൌൺസിലർമാരും ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും സ്റ്റാൻഡിംഗ് കൌൺസിൽ മെമ്പർമാരെയും അകത്ത് കടത്താതിരിക്കാൻ കാലത്ത് മുതൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു. ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് CPM ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഭയാശങ്കയാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് തിരിയാൻ അവരെ പ്രേരിപ്പിച്ചത്.